പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ കാണുന്നത് ക്വിന്റൽ കനമുള്ള ഒരു ഫ്രെയിമാണ്. വടക്കുംനാഥന്റെ സന്നിധിയിൽ തൃശ്ശൂരിന് ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യർ, തൃശ്ശൂരിന്റെ അഭിമാനങ്ങളായ വ്യക്തിത്വങ്ങൾ ഇതേ ഞങ്ങളുടെ കൂടെ ഇങ്ങനെ അണിനിരന്ന് നമ്മൾ ഇത്രയും ദിവസം കുട്ടികളുടെ പെർഫോമൻസ്, അവരുടെ സർഗാത്മക ശേഷി, ഇതൊക്കെയാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചെങ്കിൽ അതിന് പിന്നിൽ ഒരു വലിയ ഹാർഡ് വർക്ക് ഉണ്ടായിരുന്നു. അഹോരാത്രം പ്രയത്നിച്ച തൃശ്ശൂരിന്റെ സാരഥികളാണ് ഇന്ന് നമുക്കിപ്പോൾ ഉള്ളത്. പ്രിയപ്പെട്ട രാജേട്ടൻ റവന്യൂ മന്ത്രിയാണ്, പക്ഷേ ഒരു മന്ത്രിയുടെ ജാടകവുമില്ലാതെ ഞങ്ങൾക്കൊപ്പം കുട്ടികൾക്കൊപ്പം നിൽക്കുന്ന ശരിയാവില്ല. പ്രിയപ്പെട്ട രാജേട്ടന്റെ ആ സൈഡിലുണ്ട് തൃശ്ശൂരിന്റെ പ്രിയപ്പെട്ട മേയർ നിജി മാം. നിജി മാമിന് ആദ്യത്തെ കലോത്സവം കൂടിയാണ്, ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു ഇവന്റും കൂടിയാണ് അല്ലെ മേയർ ആയതിനു ശേഷം. പിന്നെ ദ വൺ ആൻഡ് ഓൺലി കളക്ടർ ബ്രോ അർജുൻ. വലിയ ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ല, നമ്മൾ പല തവണ കളക്ടർ ബ്രോയെ കൊണ്ടുവന്നിരിക്കുന്നു. പിന്നെ ജോപോൾ അഞ്ചേരി, തൃശ്ശൂരിൽ നിന്ന് അങ്ങ് പോയി ലോകത്തോളം വളർന്ന ഫുട്ബോൾ താരമാണ്. തൃശ്ശൂരിന്റെ മാത്രമല്ല കേരളത്തിന്റെ അഭിമാനമായ ഇന്ത്യൻ ഫുട്ബോൾ താരം ജോപോൾ അഞ്ചേരി. അപ്പൊ നമുക്ക് രാജേട്ടൻ നിങ്ങൾ തീർച്ചയായിട്ടും. അപ്പൊ സാർ, നമ്മള് ഇന്നിപ്പോ ഫൈനൽ ഡേ, അതായത് 4 രാപ്പകലുകൾ 5ാമത്തെ ഡേ. ഓടി നടന്ന് നമ്മൾ എല്ലാ സ്ഥലത്തും പോയി എല്ലാ കാര്യങ്ങളും നോക്കി. സംഘാടനം എവിടെയും പിഴയ്ക്കരുത്, ഭക്ഷണം മെച്ചമാണ്, എല്ലാ കാര്യങ്ങളും ഒരു കണ്ണെത്തിയിരുന്നു. അപ്പൊ ഇന്ന് ഈ ഫൈനൽ ഡേ വന്ന് നിൽക്കുമ്പോ എന്താ ഫീല്? നിങ്ങൾക്കിതൊരു 5ാം ദിവസമാണ്, ഞങ്ങൾക്കിതൊരു 4ാം മാസമാണ്. വളരെ നേരത്തെ സെപ്റ്റംബർ മാസത്തിൽ തന്നെ സംഘാടക സമിതി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ആരംഭിച്ച് ഒരു വലിയ ടീം വർക്കാണ്. ഏതെങ്കിലും വിധത്തിൽ രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നും ഇല്ലാതെ മക്കൾക്ക് വേണ്ടി മനുഷ്യർ ഒത്തുചേരുന്ന ഒരു മഹാ കലോത്സവമായിട്ട് ഈ 64ാമത് സ്കൂൾ കലോത്സവം മാറി എന്നുള്ള സന്തോഷമാണ് ഞങ്ങൾക്കുള്ളത്. ഈ തൃശ്ശൂരിൽ ഇത് 7ാം തവണയാണ് കലോത്സവം. എല്ലാ തവണയും ഓരോ റെക്കോർഡ് തൃശ്ശൂർക്കാരിടാറുണ്ട്. തൃശ്ശൂർക്കാരല്ല, ഓരോ റെക്കോർഡ് തൃശ്ശൂരിൽ ജനിക്കാറുണ്ട്. ഇവിടെയാണ് കലാപ്രതിഭ, കലാപട്ടങ്ങൾ, കലാപ്രതിഭ പട്ടം ഉണ്ടാകുന്നത് ഇവിടെ വെച്ചാണ്, തൃശ്ശൂരിൽ വെച്ചാണ്. 68ാമത് സ്കൂൾ കലോത്സവം 1968 സ്കൂൾ കലോത്സവമാണ് കലോത്സവത്തിന് ആദ്യമായിട്ടൊരു സ്മരണിക ഉണ്ടാക്കുന്നത്. അത് ചെറിയ ആളുകളല്ല, വൈലോപ്പിളിയും സുകുമാർ അഴീക്കോടും വത്സല ടീച്ചറും കുഞ്ഞുണ്ണി മാഷും ഒക്കെ കൂടി പത്രാധിപരായിട്ടുള്ള ഒരു സ്മരണിക ഉണ്ടാക്കുന്നത്. ഇങ്ങനെ തൃശ്ശൂരിൽ നടന്ന 6 കലോത്സവത്തിൽ നിന്നും വിഭിന്നമായി ആൾക്കൂട്ടം കൊണ്ടും പൂരത്തിരക്ക് കൊണ്ടും കുട്ടികളുടെ പെർഫോമൻസ് കൊണ്ടും മാത്രമല്ല, ഇന്നലെ ചരിത്രത്തിൽ ആദ്യമായി സിയ ഫാത്തിമ എന്നൊരു ഓൺലൈൻ മത്സരം നടത്തി എ ഗ്രേഡ് നേടിയിരിക്കുന്നു. മനുഷ്യത്വത്തിന് മുമ്പിൽ മാറാത്ത നിയമങ്ങളും ചട്ടങ്ങളും ഇല്ല എന്ന് നമ്മൾ തെളിയിച്ച 64ാമത് സ്കൂൾ കലോത്സവം തൃശ്ശൂരിൽ തന്നെ. പോരാടാൻ കുട്ടികൾ, അവരെ കേൾക്കാൻ അധികാരികളും തയ്യാറാണെങ്കിൽ ചരിത്രം ഇനിയും പറക്കും. ചരിത്രം ഒരുപാട് പറക്കും. ആ കുഞ്ഞിന്റെ കത്ത് കണ്ടാൽ കണ്ണീരോടെ അല്ലാതെ വായിക്കാൻ പറ്റുന്ന ഒരാളുമില്ല. ഒരു മാസക്കാലം മുമ്പ് കാസർഗോഡ് റവന്യൂ കലോത്സവത്തിൽ 1ാം സ്ഥാനം കിട്ടി തൃശ്ശൂരിലേക്ക് ടിക്കറ്റ് എടുത്തൊരു കുട്ടി ഇനിയൊരു പക്ഷേ ഒരു വര വരയ്ക്കാൻ ഞാൻ ഒരു മത്സരത്തിനും ഉണ്ടാകില്ല എന്ന് കണ്ണീരോടെ ഒരു കത്തെഴുതിയാൽ അതിനു മുമ്പിൽ മാറാവുന്നതേ ഉള്ളൂ നിയമങ്ങളും ചട്ടങ്ങളും. ആ നിലയിൽ കലോത്സവത്തിന്റെ ഇനിയുള്ള ചരിത്രത്തിൽ ആ ഒരർത്ഥത്തിൽ തൃശ്ശൂർ അടയാളപ്പെടുത്തപ്പെടും. പിന്നെ തീർച്ചയായിട്ടും 957 ആരംഭിച്ച കലോത്സവം 2026 വന്ന് നിൽക്കുമ്പോൾ ഒരു പുതിയ ചരിത്രം എഴുതുന്നു എന്ന് മാത്രമല്ല, എല്ലാവരും ചേർന്ന് പഴുതടച്ച സംഘാടനം, 19 സബ് കമ്മിറ്റികൾ, 19 സബ് കമ്മിറ്റിയുടെ കൺവീനർമാരായി 19 രാഷ്ട്രീയ സംഘടനകളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന അധ്യാപക സംഘടനകൾ ഒരു മനസ്സായി. ഇവിടെ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കളക്ടറും മേയറും മന്ത്രിമാരും ഒരു നാടാകെ ഏതെങ്കിലും വിധത്തിലുള്ള പ്രത്യേക താല്പര്യങ്ങളില്ലാതെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒക്കുകയാണ്. കുട്ടികളെക്കുറിച്ചോ നമ്മൾ കരുതുന്നത് പോലെയല്ല. സാധാരണ ആളുകളൊക്കെ പറയുന്നു കല മരിക്കുന്നു, കമ്പോളം വരുന്നു, അപകടകരമായിട്ടുള്ള ഒരു കുട്ടികളിൽ നിന്ന് സർഗാത്മകത പോകുന്നു, എഐയുടെ ലോകം വരുന്നു. എഐക്കൊന്നും ഒരു ചുക്കും സർഗാത്മകത രംഗത്ത് ചെയ്യാൻ പറ്റില്ല എന്ന് വീണ്ടും ഈ കുഞ്ഞുങ്ങൾ തെളിയിക്കുകയാണ്. ഞങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാനും മേയറും കളക്ടറും കൂടി. ഇന്നലെ 12 മണിക്ക് സംഘനൃത്തത്തിൻ്റെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ അവസാനത്തെ മത്സരം കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ടും 10,000-ലധികം വരുന്ന കാണികൾ പിരിയുന്നതേയില്ല. അവർ വീണ്ടും സംഘനൃത്തം പൊതുനിരത്തിൽ അവതരിപ്പിച്ചും പാട്ടുപാടിയും കയ്യടിച്ചും. ഞാൻ ഇന്നലെ മേയറോട് പറഞ്ഞു, സാധാരണ കുട്ടികൾ റോട്ടിലിറങ്ങിയിട്ട് ഡാൻസ് കളിക്കാറുള്ളത് അല്ലെങ്കിൽ പാട്ട് പാടാറുള്ളത് കഥാപ്രസംഗം നടത്താറുള്ളത് പ്രതിഷേധമാണ്. ഇപ്പോൾ ആഹ്ലാദം കൊണ്ട് നിൽക്കാൻ പറ്റാതെ പിള്ളേർ വീണ്ടും കലവറയിൽ വന്നും ഭക്ഷണപ്പുരയിൽ വന്നും പിണങ്ങി പിരിഞ്ഞവരോ ഇഷ്ടമില്ലാതെ പോയവരോ പകുതി നിർത്തിപ്പോയവരോ ആരുമില്ല എന്നുള്ളത് ഞങ്ങളെ സന്തോഷിക്കുന്നു. എന്തായാലും സന്തോഷം.